ഇന്ന് രാവിലെ ചക്കയുമായിട്ടാണ് കേട്ടോ ഞങ്ങളുടെ മൽപ്പിടുത്തം. ഞങ്ങളെന്ന് പറഞ്ഞിട്ട് അമ്മേനെ മാത്രമേ കാണുള്ളൂ. ഇവിടെ എന്ത് തേങ്ങയെ പറയണത് എന്നൊന്നും കരുതണ്ട. വിക്രമാദിത്യൻ എവിടെ ഉണ്ടെങ്കിലും അവിടെ വേതാളം ഉണ്ട് പറഞ്ഞ പോലെ ഞങ്ങൾ രണ്ട് വേതാളങ്ങൾ, ഞാനും രാരും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. അതെന്തിനപ്പോ വിക്രമാദിത്യനും വേതാളത്തിനൊക്കെ ഇവിടെ കൊണ്ടുവന്നത് അല്ലേ? അതവിടെ നിൽക്കട്ടെ, നമുക്കിപ്പോൾ നമ്മുടെ കാര്യം നോക്കാം. നമ്മുടെ കാര്യം എന്താന്ന് വെച്ചാൽ ചക്ക വെച്ചിട്ട് നമ്മൾ ചക്ക കൂട്ടാനും ചക്ക വറുത്തതും ഉണ്ടാക്കാൻ പോകും. ചക്ക അങ്ങനെ നുറുക്കി കഴിഞ്ഞു, ഒന്ന് നീളത്തിലും ഒന്ന് വട്ടത്തിലും ഒക്കെ നുറുക്കി കഴിഞ്ഞു കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഒരു ചക്ക നുറുക്കിയാനാണ് ഈ പെണ്ണ് ഇത്രയും എക്സ്പ്രഷൻ ഇട്ടിട്ട് ചാടാക്കണത്, ഇതൊക്കെ ഒരു രസമല്ലേ? നമ്മൾ എവിടെ പറഞ്ഞു നിർത്തി നമ്മുടെ ചക്ക കൂട്ടാൻ സിമ്പിളാണ് കേട്ടോ. ചക്ക എരിശ്ശേരി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആദ്യം ചക്കയിലേക്ക് ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുക. അതിലേക്ക് തേങ്ങയും ജീരകവും കൂടി ചേർത്ത് അരച്ച അരപ്പ് ചേർക്കുക. പിന്നെ കുറേ കറിവേപ്പില വാരി വെതറിയിട്ടു. എന്നിട്ട് കുറച്ചു നേരം തിളപ്പിക്കുക. എന്നിട്ട് അതിലേക്ക് കടുക് വറ നമ്മളുടെ കൂട്ടാൻ റെഡി. ചക്ക കൂട്ടാനൊക്കെ കൂട്ടി ഞങ്ങൾ ഉച്ചയ്ക്ക് ഇങ്ങോട്ട് കഴിച്ചുവിട്ട് എല്ലാവരും. കഴിച്ചതിന് ശേഷം എൻ്റെ ഒരു ഫാഷൻ ഷോ ഉണ്ട് കേട്ടോ. അതെന്താന്ന് വെച്ചാൽ എൻ്റെ ഡ്രസ്സ് കാണിക്കലാണ് ഞാൻ മെയിനായിട്ട് ഉദ്ദേശിച്ചത്. ഇത് ഞങ്ങൾ തന്നെ അടിച്ച ഫ്രോക്ക് നൈറ്റിയാണ്. പിന്നെ ഞങ്ങൾ വൈകുന്നേരത്ത് ചക്ക വറുക്കൽ പരിപാടിയിലേക്ക് കിടന്നു. അതിനുവേണ്ടി അമ്മ പുറത്ത് അടുപ്പ് കൂട്ടി കൊടുത്താണ് ഇന്ന് ചക്ക വറുക്കണത്. കാരണം എണ്ണയൊന്നും തെറിക്കില്ലല്ലോ. എന്തായാലും അമ്മയുടെ ഒരു സൈക്കോളജിക്കൽ മൂവ്. ചക്കച്ചോള വറുക്കാൻ ഞാനായിട്ട് നിങ്ങളെ പഠിപ്പിക്കണമെന്നില്ല എന്ന് എനിക്കറിയാം, എന്നാലും ഒന്ന് പറയാം. ആദ്യം ചൂടായി വന്നിട്ടുള്ള ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാവുമ്പോൾ ചക്കച്ചുള കുട്ടന്മാരെ അതിലേക്ക് ഇങ്ങനെ ഇടുക. കുറച്ച് നേരം ഇളക്കുമ്പോൾ അതൊരു മൂത്ത് വന്ന പോലെ തോന്നിക്കഴിഞ്ഞാൽ അതിലേക്ക് ഉപ്പുവെള്ളം തളിക്കുക, വീണ്ടും ഇളക്കുക. പിന്നെ നന്നായിട്ട് മൂത്ത് വന്നാൽ അത് നമ്മൾക്ക് പാത്രത്തിലേക്ക് ഇതുപോലെ ഒരു ഡപ്പയിലാക്കി വെക്കുക. എത്ര ദിവസം ഇരിക്കുന്നൊന്നും അറിയില്ല, കാരണം ഞങ്ങളുടെയൊക്കെ ഫേവറേറ്റ് ആണ് ഈ ഒരു ഐറ്റം. അതുകൊണ്ട് ആര് കണ്ട എക്സ്പ്രഷനൊക്കെ ഇട്ടിട്ട് തകർക്കണുണ്ട്. ഞാനും എന്തായാലും കാപ്പിയുടെ കൂടെ കഴിച്ചു നോക്കണം. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ബൈ.